ഗാനഗന്ധർവൻ കെ.ജെ. യേശുദാസിന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം നൽകണം എന്ന ആവശ്യവുമായി ശിവഗിരി മഠം ഇക്കഴിഞ്ഞ ദിവസം എത്തിയതോടുകൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇങ്ങനെ ആളിപ്പടരുകയാണ്. ആചാര പരിഷ്കരണം ആവശ്യപ്പെട്ട ഗുരുവായൂർ ദേവസ്വത്തിന് മുന്നിൽ അടുത്ത മാസം നടത്തുന്ന പ്രക്ഷോഭത്തിലെ പ്രധാന ആവശ്യം ഇതായിരിക്കും എന്നാണ് ശിവഗിരി മഠത്തിന്റെ പ്രസിഡന്റായ സ്വാമി സച്ചിദാനന്ദ അറിയിച്ചിരിക്കുന്നത്. യേശുദാസിന് വേണ്ടി സംസ്ഥാന സർക്കാരും അനുകൂല നിലപാട് സ്വീകരിക്കണം എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനു പിന്നാലെയാണ് ഇപ്പറഞ്ഞ ചാനൽ ചർച്ചകളിലും മറ്റുമായി ഈ വിഷയം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട വിവാദത്തിന് വഴിവച്ചിരിക്കുന്നത്. ഓർക്കേണ്ട ഒരു കാര്യം, ഹിന്ദുമതം എന്നത് മറ്റേതു മതത്തെക്കാളും പരിഷ്കരണത്തിന് വിധേയമാണ് എന്നതാണ്. ഇവിടെ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. യേശുദാസ് എന്ന ഗായകന് ഒരു വെള്ള പേപ്പർ വാങ്ങി അതിലൊന്ന് എഴുതി കൊടുത്താൽ മതി ഞാൻ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ആളാണ് എന്ന്. അതിൽ തീരുന്നതേയുള്ളൂ ഈ പറഞ്ഞ വിവാദങ്ങളെല്ലാം തന്നെ. അതിന് അദ്ദേഹം നിൽക്കാത്തിടത്തോളം കാലം അദ്ദേഹം പുറത്തു തന്നെ നിൽക്കേണ്ടി വരുമെന്നതിൽ തർക്കമൊന്നും തന്നെയില്ല. എത്രയോ ആളുകളാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിലെ മുൻ രാഷ്ട്രപതിയായ APJ അബ്ദുൽ കലാം തിരുപ്പതി ക്ഷേത്രത്തിൽ അദ്ദേഹത്തിന് പ്രവേശിക്കുന്നതിനായി അത്തരത്തിൽ പ്രസ്താവന എഴുതി നൽകിയ ഒരു ആളാണ്. അതുപോലെ തന്നെ വേറെ എങ്ങോട്ടും പോകേണ്ട നമ്മളുടെ ഇപ്പോഴത്തെ രാഹുൽ ഗാന്ധി അപ്രകാരം ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട് എഴുതി നൽകിയിട്ടുണ്ട്. അങ്ങനെ എത്രയോ പേരാണ് ഈ കാര്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ യേശുദാസിന് ഒരു പ്രത്യേക നിയമമൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമൊന്നും തന്നെയില്ല. അദ്ദേഹം പാട്ട് പാടുന്നു, അത് അദ്ദേഹത്തിന്റെ ജോലിയാണ് എന്ന് കരുതി എല്ലാവരെയും കയറ്റാൻ ഈ ഗുരുവായൂർ ക്ഷേത്രം എന്നത് ഒരു മ്യൂസിയം അല്ല എന്നത് എല്ലാവരും ഓർക്കുക. യേശുദാസ് വിപ്ലവ ഗാനങ്ങളും മറ്റ് മതത്തിലെ ഭക്തിഗാനങ്ങളും എല്ലാം പാടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭക്തിഗാനം പാടിയത് കൊണ്ട് ആണ് എങ്കിൽ പിന്നെ ഹിന്ദു ഭക്തിഗാനം പാടുന്ന ഏത് മതത്തിലുള്ള ഗായകനെയും ക്ഷേത്രത്തിൽ കയറ്റാം എന്ന നിലവരില്ലേ? കഴിഞ്ഞ 1-2 ദിവസമായി കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളും നവമാധ്യമങ്ങളും വ്യാപകമായി ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് യേശുദാസിൻ്റെ ഗുരുവായൂർ ക്ഷേത്ര പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അദ്ദേഹം അപ്രകാരം ഒരു ആവശ്യം ഉന്നയിക്കാത്ത സമയത്താണ് ഈ ചർച്ച വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു വസ്തുത. അദ്ദേഹം അമേരിക്കയിലാണ് കഴിയുന്നത്. അദ്ദേഹം അടുത്ത കാലത്തൊന്നും തന്നെ ഗുരുവായൂർ ക്ഷേത്ര ദർശനം തനിക്ക് ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. നമുക്കറിയാം, കേരളത്തിലെ ക്ഷേത്രങ്ങളെല്ലാം തന്നെ താന്ത്രിക പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളാണ്. ഒരു ക്ഷേത്രത്തിലെ ചടങ്ങിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് അടുത്ത ക്ഷേത്രത്തിലെ ചടങ്ങ്. ഒരു ക്ഷേത്രത്തിലെ രീതിയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് മറ്റു ക്ഷേത്രങ്ങളിലെ രീതികൾ. ഗുരുവായൂർ ക്ഷേത്രവും ശബരിമല ക്ഷേത്രവും കേരളത്തിലെ പ്രധാനപ്പെട്ട 2 ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളാണ്. ശബരിമലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏതൊരു ഭക്തനും ശബരിമലയിൽ ദർശനം നടത്തുന്നതിന് യാതൊരു വിധമായ തടസ്സങ്ങളില്ല. ജാതിയോ മതമോ വർണ്ണമോ വർഗമോ എന്നും ശബരിമലയിൽ അയ്യപ്പ ദർശനത്തിന് വിലക്കുകളായിട്ടുള്ള ഘടകങ്ങളല്ല. പക്ഷേ ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വ്യത്യസ്തമായ ചടങ്ങുകൾ ഉള്ളൊരു ക്ഷേത്രമാണ്. താന്ത്രിക പ്രാധാന്യമുള്ള ക്ഷേത്രമെന്ന രീതിയിൽ ഗുരുവായൂർ ക്ഷേത്രം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇതര മതസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രാർത്ഥന നടക്കുന്ന സ്ഥലങ്ങൾ വെറും ആരാധനാലയങ്ങൾ മാത്രമാണ്. അവർക്ക് ഒന്നിച്ചുകൂടാനും പ്രാർത്ഥന നടത്താനും അവരുടെ മതപുരോഹിതന്മാരുടെ പ്രസംഗങ്ങൾ കേൾക്കാനുമുള്ള ഒരു സംവിധാനം എന്നുള്ളതിൽ കവിഞ്ഞ് അവരുടെ ആരാധനാലയങ്ങൾക്ക് മറ്റ് പ്രത്യേകതകളൊന്നും തന്നെയില്ല. പക്ഷെ ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രം എന്ന് പറയുന്നത് അതൊരു ദേവാലയമാണ്, ഒരു ദേവൻ്റെ വീടാണ്. ഒരു വീട്ടിലേക്ക് ഒരു വ്യക്തി വരുമ്പോൾ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളുണ്ട്, രീതികളുണ്ട്. അതേപോലെ തന്നെ ഓരോ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഓരോ രീതിയിലാണ് അവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങൾ. അതാണ് ഈ കാര്യത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു വസ്തുത. ഈ ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിലയിരുത്തുമ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ അടിസ്ഥാനപരമായി ചിന്തിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം ആചാര അനുഷ്ഠാനമാണ്. രണ്ടാമത്തെ വൈകാരികമായ കാര്യമാണ്. മൂന്നാമത്തെ നിയമത്തിൻ്റെ കാര്യമാണ്. നമുക്ക് മൂന്നാമത്തെ വിഷയത്തിൽ തന്നെ തുടങ്ങാം. കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ പ്രാർത്ഥന നടത്തുന്നതുമായി ബന്ധപ്പെട്ട ക്ഷേത്ര പ്രവേശന കാര്യങ്ങളെ സംബന്ധിച്ചുകൊണ്ട് 1965 ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്. ആ നിയമത്തിൻ്റെ 3-ാം ചട്ടമനുസരിച്ച് ഒരാളൊരു ക്ഷേത്രത്തിൽ കയറണമെന്നുണ്ടെങ്കിൽ ചില മാനദണ്ഡങ്ങളുണ്ട്. ഒന്ന്, വളരെ വ്യക്തമായി ആ ചട്ടത്തിൽ എഴുതി വച്ചിരിക്കുന്നത് ആ വ്യക്തി ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ആളായിരിക്കണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നിയമത്തിൻ്റെ പ്രാബല്യം യേശുദാസിൻ്റെ ഈ ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന കാര്യത്തിലില്ല. അതിനെ നമുക്ക് മറികടക്കാൻ സാധിക്കും. എല്ലാവരും നിയമം മൂലം തന്നെ മതം മാറണമെന്ന് നിർബന്ധമില്ല. എല്ലാവർക്കും പക്ഷേ ഹൈന്ദവ വിശ്വാസികളായി മാറുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിക്രമം വളരെ സിമ്പിളായിട്ടുണ്ട്.
ഒരു ഫോം പൂരിപ്പിച്ച് ഒരു പ്രസ്താവന എഴുതി ഞാൻ ഹിന്ദുമത ആചാരാനുഷ്ഠാനങ്ങളിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ് എന്ന് എഴുതി കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ സാധിക്കും. യേശുദാസിൻ്റെ ഭാഗത്തുനിന്നും അപ്രകാരം ഒരു നടപടി നാളിതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇത്തരത്തിലുള്ള അഹിന്ദുക്കളായിട്ടുള്ള വ്യക്തികൾക്ക് ക്ഷേത്രത്തിൽ, ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം നടത്തണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ തന്ത്രിമാരുടെ അഭിപ്രായങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. കാരണം താന്ത്രിക പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളാണ് ഗുരുവായൂർ ക്ഷേത്രം. ഗുരുവായൂരെ ക്ഷേത്രത്തിലെ തന്ത്രിയോട് അനുജ്ഞ വാങ്ങി അല്ലെങ്കിൽ അനുവാദം വാങ്ങി അദ്ദേഹം അതിന് സമ്മതമാണ് എന്നുണ്ടെങ്കിൽ യേശുദാസിനെ ഗുരുവായൂർ കയറ്റുന്നതിന് ആർക്കും ഒരു എതിർപ്പുമില്ല. മൂന്നാമത്തേത് അതിൻ്റെ വൈകാരികമായിട്ടുള്ള തലം തന്നെയാണ്. ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരാധനാലയങ്ങൾക്ക് വളരെ സവിശേഷമായ പ്രാധാന്യമുണ്ട്. ഓരോ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഓരോ രീതിയിലാണ് ഇക്കാര്യങ്ങളെ കാണുന്നതും വിശേഷിപ്പിക്കുന്നതും. അപ്പോൾ സാധാരണ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം യേശുദാസിൻ്റെ ഗുരുവായൂർ ക്ഷേത്രപ്രവേശന കാര്യത്തിൽ പല വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാകാം. അത് കേരളത്തിലെ സന്യാസി സമൂഹത്തിൻ്റെയും ഹൈന്ദവ സമൂഹത്തിലെ നേതാക്കന്മാരുടെയും ഒക്കെ അഭിപ്രായങ്ങൾ രൂപീകരിച്ചുകൊണ്ട് അതിനെ വിലയിരുത്തി ഒരു തീരുമാനമെടുക്കേണ്ടതുണ്ട്. അങ്ങനെ വിചാരത്തിൻ്റെയും വൈകാരികതയുടെയും ഭാഗത്തുനിന്ന് ചിന്തിക്കാതെ നിയമത്തിൻ്റെയും അതുപോലെ തന്നെ താന്ത്രിക വിഷയങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങളെ കണ്ടുകൊണ്ട് വേണം ക്ഷേത്രത്തിൽ, ഗുരുവായൂർ ക്ഷേത്രത്തിൽ യേശുദാസിന് പ്രവേശനം അനുവദിക്കാൻ എന്നുള്ളതാണ് വിശ്വ ഹിന്ദുപക്ഷത്തിൻ്റെ നയം. തീർച്ചയായിട്ടും യേശുദാസ് നല്ലൊരു വിശ്വാസി ആയിരിക്കാം. പക്ഷെ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്. ഈ നാട്ടിലെ സകല വ്യക്തികൾക്കും ഗുരുവായൂർ അമ്പലം ദർശിക്കാനുള്ള അവസരം ഉണ്ടാകുന്ന കാലഘട്ടം വരെ ഞാൻ ഗുരുവായൂർ ദർശനം നടത്തുകയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് തീർത്തും ഒരു തെറ്റായ പ്രസ്താവനയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. എല്ലാവർക്കും കയറുന്നൊരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇതെന്താ മ്യൂസിയമോ അല്ലെങ്കിൽ അതുപോലെ തന്നെ വേറെ സംവിധാനങ്ങൾ പൊതുജനങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാൻ പറ്റിയ ഇടമാക്കി ഗുരുവായൂരിനെ മാറ്റാൻ സമ്മതിക്കുകയില്ല. കാരണം വിശ്വാസികളായിരിക്കണം അവിടെ കയറുന്നത്. ഏതൊരു വ്യക്തിക്കും കയറാം. അയാൾ വിശ്വാസിയാണെന്നുള്ള ഡിക്ലറേഷൻ ഗുരുവായൂർ എഴുതി കൊടുത്താൽ അദ്ദേഹത്തിന് കയറാൻ സാധിക്കും. ഈ സമാന സാഹചര്യം, ഗുരുവായൂർ പോലെ തന്നെ സമാന സാഹചര്യമുള്ള ധാരാളം ക്ഷേത്രങ്ങൾ ഭാരതത്തിലെമ്പാടുമുണ്ട്. തിരുപ്പതി ക്ഷേത്രം, പുരി ജഗന്നാഥ ക്ഷേത്രം, സോമനാഥ ക്ഷേത്രം തുടങ്ങിയവ അതിൻ്റെ പ്രകടമായ ഉദാഹരണങ്ങളാണ്. ഈ ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിച്ച വളരെ വലിയ VIP-കളുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ കൂട്ടുള്ള അല്ലെങ്കിൽ രാജീവ് ഗാന്ധി, സോണിയാഗാന്ധി തുടങ്ങിയവരുടെ കൂട്ടുള്ള വളരെ വലിയ ആൾക്കാരുണ്ട്. അവരൊക്കെ തന്നെ ആ ക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തിയപ്പോൾ അവിടുത്തെ നിയമം അനുസരിച്ചുകൊണ്ട് ആ ക്ഷേത്രാചാരങ്ങളിൽ താൻ വിശ്വസിക്കുന്നു എന്ന് എഴുതി കൊടുത്ത് മാത്രമാണ് ആ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയിട്ടുള്ളത്. യേശുദാസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മികച്ച ഗായകനൊക്കെ തന്നെയാണ്, ഇല്ലെന്നാരും പറയില്ല. അദ്ദേഹം നല്ല വിശ്വാസിയുമായിരിക്കാം. പക്ഷേ ഒരാളൊരു ചിത്രം എഴുതിയത് കൊണ്ടോ, ഒരാളൊരു പാട്ട് പാടിയത് കൊണ്ടോ, ഒരാൾ എന്തെങ്കിലും ഒരു കഥകളി പദം ആലപിച്ചത് കൊണ്ടോ ആ ആളിനെ ഒരു ഇതര മതത്തിൽ ജനിച്ച ഒരാളെ വിശ്വാസി എന്ന് വിലയിരുത്താൻ സാധിക്കില്ല. ആ നിയമത്തിൽ പറയുന്ന രീതിയിലുള്ള ഹിന്ദുമത വിശ്വാസിയാണ് എന്ന രീതിയിലുള്ള ഒരു ഡിക്ലറേഷൻ കൊടുത്ത് ഗുരുവായൂരോ ഏത് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതിനും വിശ്വ ഹിന്ദു പക്ഷത്ത് എതിരല്ല. അദ്ദേഹത്തിനെ ഇത്തരത്തിലുള്ള ഒരു സത്യപ്രസ്താവന ചെയ്ത് ഗുരുവായൂർ സന്ദർശിക്കുന്നതിന് യാതൊരു വിലക്കും ഏർപ്പെടുത്തേണ്ടതില്ല എന്നുള്ളതാണ് വിശ്വ ഹിന്ദു പക്ഷത്ത് പോലുള്ള സംഘടനകളുടെ കൃത്യമായ നിലപാട്. അതുകൊണ്ട് നിയമമായി തന്നെ പോകണം. 1965 കേരള ഹിന്ദു പ്ലേസസ് ഓഫ് പബ്ലിക് വേർഷിപ്പ് ആക്ട് ഓതറൈസേഷൻ ഓഫ് എൻട്രി 1965 പ്രകാരം ഒരു ഹിന്ദു വിശ്വാസിയാകണം ക്ഷേത്രത്തിൽ പ്രവേശിക്കേണ്ടത് എന്ന നിയമം ഉള്ളതാണ്. അപ്രകാരം ഈ നിയമം അനുസരിച്ച് അദ്ദേഹം താൻ ഒരു ഹിന്ദു വിശ്വാസിയാണ് എന്ന ഒരു അഫിഡവിറ്റ് അല്ലെങ്കിൽ ഒരു പ്രസ്താവന തയ്യാറാക്കി സമർപ്പിച്ചാൽ അദ്ദേഹത്തിന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ യാതൊരുവിധ തടസ്സമോ ഇപ്പറഞ്ഞ വിവാദ കോലാഹലങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാവുന്ന കാര്യമേ ഉള്ളൂ. പിന്നെ ക്ഷേത്രം തന്ത്രിയുടെ ഒരു അനുവാദം കൂടി വേണം. അപ്പോൾ പിന്നെ ആരുടെയും പ്രതിഷേധ ധർണയോ വിവാദമാക്കേണ്ട ഒന്നിന്റെയോ ഒരു കാര്യവും ഇവിടെ ആവശ്യമായി വരുന്നില്ല.